Hi guys, welcome to Wings Academy online classes. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാപ്സ്യൂൾ സീരീസ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. നമുക്കറിയാം ചെറിയ ചാപ്റ്റർ ആണ് അല്ലെ. മെയിൻ ആയിട്ട് എന്താ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ള ഓക്സിഡേഷൻ, റിഡക്ഷൻ, അതേപോലെ തന്നെ ഡാനിയൽ സെല്ല്, ബാലൻസിങ് ഓഫ് ഇക്വേഷൻ യൂസിങ് ഓക്സിഡൈസിങ് നമ്പർ മെത്തേഡ്, ഹാഫ് റിയാക്ഷൻ മെത്തേഡ്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, fill in the blanks. The oxidation state of Cl in HClO4 is dash. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? A reducing agent is a substance which dash electrons in a chemical reaction. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, among the elements fluorine and iodine exhibit both positive and negative oxidation state. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Cl ഇൻ HClO4. ഓക്കെ, HClO4 ഇതാ Cl ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഞാൻ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോ തന്നെ കുറെ സാധനങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. ഓക്സിജൻ ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യും, ഹൈഡ്രജൻ ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യും, ഓരോ എലമെന്റും എലമെന്ററി ഫോമിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ പഠിച്ചിട്ട് വലിയ കാര്യമുള്ളൂ, ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലാതെ ഈ ചാപ്റ്റർ നമുക്ക് അധികം വലിയ കാര്യമായിട്ട് പഠിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയടാ, ഞാനിപ്പോ Cl ന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് കാണാൻ പോകുന്നത്. അപ്പൊ Cl ന് ഞാൻ എന്ത് കൊടുക്കണം? X എന്ന് കൊടുക്കണം. പ്ലസ് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ അറിയണം. ഹൈഡ്രജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്. ഓക്സിജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. ഇതെന്തായാലും കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഹൈഡ്രജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1, അതേപോലെ തന്നെ ഓക്സിജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2. ഓക്കെ, അപ്പൊ X പ്ലസ് ഹൈഡ്രജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 പ്ലസ് ഓക്സിജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? ഓക്സിജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. ഓരോ ഓക്സിജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് -2. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 4 ഓക്സിജൻ ഉണ്ട്. അപ്പൊ എന്ത് വരും? -2 × 4 ഈക്വൽ ടു, എപ്പോഴും ആലോചിക്കാം, നമുക്ക് ഒരു കോമ്പൗണ്ടിന്റെ മുകളിൽ ചാർജ് ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈക്വൽ ടു 0 എന്നാണ് എഴുതുക. ഇനി ഇവിടെ ഇൻ കേസ് ഇപ്പൊ -2 എന്ന് പറഞ്ഞിട്ട് ഒരു ചാർജ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇൻ കേസ് ഇവിടെ തന്നിട്ടില്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ടു ആ ചാർജ് എഴുതണം. ഈക്വൽ ടു എന്ത് ചെയ്യണം? ആ ചാർജ് എഴുതണം. ഇവിടെ നിങ്ങൾക്ക് ചാർജ് ഒന്നും തരാത്തോണ്ട് നിങ്ങൾ ഈക്വൽ ടു എന്ത് എഴുതിയാൽ മതി? 0 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഈക്വൽ ടു എന്ത് എഴുതിയാൽ മതി? 0 എന്ന് എഴുതിയാൽ മതി. ഇനി നമ്മൾ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. X +1 -8 ഈക്വൽ ടു 0. X -7 ഈക്വൽ ടു 0. X ആണ് കാണേണ്ടത്, -7 അപ്പുറത്തേക്ക് പോകുമ്പോ +7. Cl ആണ് നമ്മളിവിടെ X ആക്കി എടുത്തിരുന്നത്. അപ്പൊ Cl ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്ന് കിട്ടി? +7 ആണെന്ന് കിട്ടി. വെരി സിമ്പിൾ, ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, reducing agent is a substance which dash electrons in a chemical reaction. എന്ന് പറഞ്ഞാൽ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ കളയുന്ന ആളാണോ കൊടുക്കുന്ന ആളാണോ ഒരു കെമിക്കൽ റിയാക്ഷനിൽ എന്നാണ് ക്വസ്റ്റ്യൻ. ആലോചിച്ച് നോക്കാം. ആകെ ഒരു പോയിന്റ് നമുക്ക് പഠിച്ചാൽ മതി. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആളായിരിക്കും എന്ത്? റെഡ്യൂസിങ് ഏജന്റ്. ഇനി റിഡക്ഷൻ സംഭവിക്കുന്ന ആളായിരിക്കും ഓക്സിഡൈസിങ് ഏജന്റ്. ഇത് രണ്ടെണ്ണം പഠിച്ചു വെക്കാം. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആൾ റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ റിഡക്ഷൻ സംഭവിക്കുന്ന ആൾ ഓക്സിഡൈസിങ് ഏജന്റ്. ഇനി ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ഈ ഒരു സാധനം പഠിച്ചു വെക്കാം. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആൾ റെഡ്യൂസിങ് ഏജന്റ്, റിഡക്ഷൻ സംഭവിക്കുന്ന ആൾ ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. ഇനി പറഞ്ഞേ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന ആളാണോ ഇലക്ട്രോൺസിനെ വാങ്ങിക്കുന്ന ആളാണോ? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന ആള്. അപ്പൊ ഡൊണേഴ്സ് അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ,
ഇനി ലാസ്റ്റ് വൺ, among the elements fluorine and iodine dash exhibit both positive and negative oxidation state. രണ്ട് എലമെന്റ്സ് വന്നിട്ടുണ്ട്, ഫ്ലൂറിനും അയഡിനും. ഇതിൽ ആരാണ് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റാ. അപ്പൊ അതിന്റെ ചാർജ് എന്തായാലും നെഗറ്റീവ് ആയിരിക്കും. അതിനൊരിക്കലും പോസിറ്റീവ് ചാർജ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ആരാ നമ്മുടെ രണ്ട് ചാർജും കാണിക്കുന്ന കുട്ടപ്പൻ? അയഡീൻ ആണ് രണ്ട് ചാർജും കാണിക്കുക. കാണിക്കുക അയഡീൻ ആണ് രണ്ട് ചാർജും കാണിക്കുക. സോ സിമ്പിൾ. ദെൻ അടുത്ത സ്ലൈഡ്. both HCl and NaH contain H അല്ലെ. HCl എടുക്കുകയാണെങ്കിലും NaH എടുക്കുകയാണെങ്കിലും രണ്ടിലും കോമൺ ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഹൈഡ്രജൻ. But the oxidation state of hydrogen in them are different. നമുക്കറിയാം അല്ലെ, ഞാൻ കുറച്ച് എക്സെപ്ഷണൽ കേസ് ഒക്കെ തന്നിട്ടുള്ളതാണ്. ഹൈഡ്രജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +1 ആണ്. പക്ഷെ അത് മെറ്റൽ ഹൈഡ്രേറ്റ്സിനായിട്ട് കൂടിച്ചേരുമ്പോ, ഓക്കെ, മെറ്റൽ ഹൈഡ്രേറ്റ്സ് ആയിട്ട് മാറുമ്പോ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ഉള്ളത് -1 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത് ഈ രണ്ട് കോമ്പൗണ്ടിലും ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്നാണ്. നമ്മൾ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിയേ, HCl വെറുതെ നിക്കാണ്, മെറ്റലിനായിട്ടൊന്നും നമ്മുടെ ഹൈഡ്രജൻ കൂടി ചേർന്നിട്ടില്ല. അപ്പൊ എന്താ വരാ? ഹൈഡ്രജന്റെ ചാർജ് +1. ഓക്കെ, ഇനി NH എന്ന് പറയുമ്പോൾ ഒരു മെറ്റൽ വന്നു, അപ്പോ അവിടെ എന്തായി? ഹൈഡ്രജന്റെ ചാർജ് -1 ആയി. അപ്പൊ HCl +1 ആണെങ്കിൽ NaH അത് -1 ആണ്. ഇനി വാട്ട് ഈസ് ദി കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് S in SO4 ശ്രദ്ധിക്കാട്ടാ. സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയാത്ത ആൾക്കാർക്ക് നമ്മൾ X എന്ന് കൊടുക്കണം. പ്ലസ് ഓക്സിജന് നമുക്കറിയാം, ഒരു ഓക്സിജന്റെ ചാർജ് -2, ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, അപ്പോ അവിടെ 4 × 4 ഈക്വൽ ടു, ഞാൻ പറഞ്ഞു ഒരാളുടെ മോളിൽ ചാർജ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈക്വൽ ടു ആ ചാർജ് എഴുതണം. ചാർജ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈക്വൽ ടു 0 എഴുതിയാൽ മതി. ചാർജ് തന്നിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു ചാർജ് എഴുതണം, ചാർജ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈക്വൽ ടു 0 എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് ചാർജ് തന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾ ഈക്വൽ ടു ആ ചാർജ് എഴുതണം. അപ്പൊ X - 8 ഈക്വൽ ടു -2, X ഈക്വൽ ടു -8 അപ്പുറത്തേക്ക് പോകുമ്പോ +8 -2, X ഈക്വൽ ടു വെറുതെ ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം, X ഈക്വൽ ടു +6. ഇവിടെ X ആയിട്ട് എടുത്തിരുന്നത് നമ്മൾ ആരെയാ? സൾഫറിനെയാണ്. സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്ന് കിട്ടി? +6 ആണെന്ന് കിട്ടി. ആകെ ചിന്തിക്കേണ്ട ഇത്രേ ഉള്ളൂ. നിങ്ങൾ 10ലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു കോമ്പൗണ്ടിന്റെ മുകളിൽ ചാർജ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈക്വൽ ടു ആ ചാർജ് എഴുതണം, ചാർജ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈക്വൽ ടു 0 എഴുതണം. ഒരിക്കലും ആ -2 ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നേക്കണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആ കോമ്പൗണ്ടിന്റെ ഫുൾ ചാർജ് ആണ് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. Chemical reaction which involve oxidation and reduction are called redox reaction. അല്ലെ, നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താ? റിഡോക്സ് റിയാക്ഷൻ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കെമിക്കൽ റിയാക്ഷനില് ഓക്സിഡേഷനും എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ വിട്ടു കൊടുക്കുന്നതും, റിഡക്ഷനും എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ ബാധിക്കുന്നതും ഒരേപോലെ സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുക. The unbalanced equation, the ionic form of a redox reaction is shown below. ഒരു റിഡോക്സ് റിയാക്ഷൻ ഇവിടെ അടിയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റും അതേപോലെ തന്നെ റെഡ്യൂസിങ് ഏജന്റും നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം. ഓക്സിഡൈസിങ് ഏജന്റ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഏതാണ് ഓക്സിഡൈസിങ്ങിന് അണ്ടർഗോ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിക്കുക ആർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ റിയാക്ഷൻ ഒന്നെടുത്ത് എഴുതാണ് കേട്ടോ. Fe2++ Cr2O72- gives Fe3++ Cr3+. ആദ്യം തന്നെ എന്താ മക്കൾ എന്ത് ചെയ്യുക? എല്ലാവരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. എന്ത് ചെയ്യണം? എല്ലാവരുടെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, Fe2+ എന്ന് പറഞ്ഞാൽ ഒരു അയോൺ ആയിട്ട് നിൽക്കല്ലേ? അയോൺ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അയോൺസിന്റെ ചാർജ് ആയിരിക്കും അതിന്റെ ഓക്സിഡേഷൻ നമ്പർ. നല്ല തറായിട്ട് പഠിച്ചു വെക്കുക. അയോൺസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അയോൺസിന്റെ ചാർജ് ആയിരിക്കും ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി ഒരു എലമെന്റ് അതിന്റെ പ്യൂർ ഫോം, അത് അയോണോ ആയിട്ടില്ല, അല്ലെങ്കിൽ അത് കാറ്റയോണോ ആയിട്ടില്ല, അനയോണോ ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല, അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ 2 പോയിന്റ് പഠിച്ചു വെക്കാം. അപ്പൊ ഇത് നമ്മുടെ അയോൺ ആണ്. അയോൺ ആണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിന്റെ ചാർജ് ആണ്.
ഇനി Cr2O2 മൈനസിൽ ഓക്സിജന്റെ നമുക്ക് അറിയാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് Cr-ന്റെ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് Cr-നെ കാണാം. Cr2O7 മൈനസ് Cr-ന് നമ്മ എക്സ് എന്ന് കൊടുക്കാം. എത്ര എക്സ്? 2x ഉണ്ട്. പ്ലസ് ഒരു ഓക്സിജന്റെ ചാർജ് -2, അപ്പൊ 7 ഓക്സിജന്റെ ചാർജ് -40 ഈക്വൽ ടു മോളിൽ ചാർജ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈക്വൽ ടു -2. 2x -40 ഈക്വൽ ടു -2. 2x ഈക്വൽ ടു -40 അപ്പുറത്തേക്ക് പോകുമ്പോ +40 -2. 2x ഈക്വൽ ടു +12. x ഈക്വൽ ടു ഇൻറ്റു 2 അപ്പുറത്തേക്ക് പോകുമ്പോ ഡിവൈഡഡ് ബൈ 2 ആവും, which is equal to +6. ഓക്കെ, അപ്പൊ ഇവിടെ Cr2ന്റെ ചാർജ്, Cr-ന്റെ ചാർജ് +6 എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കുമ്പോ രണ്ടും ആനയോൺ ആയിട്ട് നിൽക്കാണ്. ഒരു അയോൺ ആണെന്നുണ്ടെങ്കിൽ സോറി ഇവിടെ രണ്ടുപേരും നോക്കുമ്പോൾ കാറ്റയോൺ ആയിട്ട് നിൽക്കാണ്. അയോൺ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ചാർജ് ആയിരിക്കും അവരുടെ ഓക്സിഡേഷൻ നമ്പർ. ഇനി ഇവിടെ നോക്കാം ട്ടാ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് പോയപ്പോ എന്താണ് ഓരോരുത്തർക്കും സംഭവിച്ചത് എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, ഒരു ഇക്വേഷന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോയപ്പോ രണ്ടുപേർക്കും എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ നോക്കിയടാ, Fe2+ എന്ന് പറയുന്നത് ഇവിടേക്ക് വന്നപ്പോ അത് Fe3+ ആയി അല്ലെ. 2+ നിന്ന് 3+ ആയി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടി. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്താ? ഓക്സിഡേഷൻ ആണ്. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്താ? റിഡക്ഷൻ ആണ്. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടാ, ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയാം. അപ്പൊ ഇവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടി എന്ന് പറഞ്ഞാൽ ഇത് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആള് റെഡ്യൂസിങ് ഏജന്റ്. ഇങ്ങനെ വേണം പഠിക്കാൻ. ഇനി ഇവിടെ Cr +6 നിന്ന് +3 ആയി. എന്താ സംഭവിച്ചേ? ഇത് വെച്ച് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്ക്. ഓക്സിഡേഷൻ സംഭവിച്ചത് ഇവിടെ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ +6 നിന്ന് +3 ആയി എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയാണ് ചെയ്തത്. ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയുന്നത് എന്താ? റിഡക്ഷൻ. റിഡക്ഷൻ സംഭവിക്കുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ പറയും ഇതില് ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ്? റിഡക്ഷൻ സംഭവിച്ച ആളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. റിഡക്ഷൻ സംഭവിച്ചത് Cr2O7 മൈനസ്. അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റ് Cr in Cr2O7 മൈനസ്. ഇനി ആർക്കാണ് ഇവിടെ ഓക്സിഡേഷൻ സംഭവിച്ചത്? ഓക്സിഡേഷൻ സംഭവിച്ചത് നമ്മളുടെ Fe2+ന്. അപ്പൊ Fe2+നാണ് ഓക്സിഡേഷൻ സംഭവിച്ചതെങ്കിൽ ആരാണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം അവന്റെ മക്കള്? Fe2+ ആണ് റെഡ്യൂസിങ് ഏജന്റ്. ഫുൾ മാർക്ക് കിട്ടി. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ ക്ലിയർ ആയാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വെരി സിമ്പിൾ. ഓക്കെ, ഇനി അടുത്ത നോക്കാം. A farmer prepared 1% solution of copper sulfate using iron rod as the stir for the preparation borders mixture. Next day, he noticed that the blue color almost disappeared and the iron rod get coated with reddish brown material. ഓക്കെ, അപ്പൊ എന്താ ചെയ്തത്? ഇപ്പൊ ഞാനൊരു ഫാമർ ആണെന്ന് വിചാരിക്കാം. ഞാൻ എന്ത് ചെയ്തു? 1% ഓഫ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് അതിട്ട് ഇളക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ യൂസ് ചെയ്തേ? അയൺ റോഡാ യൂസ് ചെയ്തേ. അപ്പൊ ഞാൻ റിയാക്ഷൻ ഇപ്പൊ തന്നെ ഇതാണ് കേട്ടാ. അയൺ റോഡ് ഉപയോഗിച്ചുകൊണ്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഇങ്ങനെ ഇളക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പിറ്റേ ദിവസം നോക്കിയപ്പോ നമുക്കറിയാം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഒരു ബ്ലൂ കളർ ഉണ്ട്. ആ ബ്ലൂ കളർ സൊല്യൂഷൻ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. പകരം നമ്മുടെ അയൺ റോഡില് ഒരു റെഡിഷ് ബ്രൗൺ കളർ ഡെപ്പോസിറ്റ് ചെയ്തു. ഇതാണ് സംഭവം, ഉണ്ടായ സംഭവം ഇതാണ്. A question എന്താ? What is the reddish brown material deposited on the iron rod? B question, color change of the solution കാരണം എന്താണ്? C question, ഈ ഫിനോമിനൻ റിഡോക്സ് റിയാക്ഷൻ ആയിട്ട് എഴുതുക. സിമ്പിൾ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ എഴുതി വെക്കാം. ഉണ്ടായ സംഭവം എന്താ? അയൺ റോഡ് ഉപയോഗിച്ചുകൊണ്ട് CuSO4 ഇളക്കി. നിങ്ങൾക്കറിയാം ഇവിടെ നോക്കുമ്പോ ഒരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. കാരണം എന്താ? ഒരു സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് അതിന്റെ ഉള്ളിലത്തെ മെറ്റലിനെ വേറൊരു മെറ്റൽ വന്നിട്ട് റീപ്ലേസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഹയർ റിയാക്റ്റീവ് മെറ്റൽ ആയിട്ടുള്ള Fe
Cu-നെ വന്നിട്ട് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ Fe വന്നിട്ട് Cu-നെ റീപ്ലേസ് ചെയ്തു. അപ്പൊ ഇവിടെ എന്തായി മാറി? FeSO4 ആയി. ബാക്കി ഇവിടെ ആര് വന്നു? കോപ്പർ വന്നു. ഓക്കെ, അപ്പൊ ഈ CuSO4 ബ്ലൂ കളർ ഉണ്ടാവാനായിട്ടുള്ള കാരണം ഇവിടെ ഉണ്ടായ Cu ആണ്. ആ Cu-നെ അവിടെ നിന്നെടുത്ത് Fe മാറ്റി. അപ്പൊ ആ ബ്ലൂ കളർ പോയി. ഇനി ഇവിടെ നമ്മുടെ ബാക്കിയുള്ള കോപ്പർ അല്ലേ, ഈ കോപ്പർ ചെന്ന് എവിടെ വന്ന് ഒട്ടിപ്പിടിച്ചു? ആ അയൺ റോഡിൽ ചെന്ന് ഒട്ടിപ്പിടിച്ചു. അപ്പൊ റെഡിഷ് ബ്രൗൺ കളർ മെറ്റീരിയൽ ആരുടെയാ? കോപ്പറിന്റെയാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ കളർ ചേഞ്ച് എന്നാ ചോദിച്ചിട്ടുള്ള? എന്തുകൊണ്ടാ? അയൺ എന്ത് ചെയ്തു? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു. എന്നിട്ട് എന്തായിട്ട് മാറിയത്? FeSO4 സൊല്യൂഷൻ ആയി. അതുകൊണ്ട് ആ ബ്ലൂ കളർ അവിടെ നിന്ന് പോയി കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് റിഡോക്സ് റിയാക്ഷന്റെ ടേമിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. റിഡോക്സ് റിയാക്ഷന്റെ ടേമിൽ എഴുതാൻ പറയണെങ്കിൽ മക്കൾ എന്ത് ചെയ്തോടാ? റിഡോക്സ് റിയാക്ഷന്റെ ടേമിൽ എഴുതാൻ പറഞ്ഞ മക്കൾ എന്ത് എഴുതണം നോക്കാട്ടാ. ഇതല്ലേ നമ്മുടെ ഓവറോൾ റിയാക്ഷൻ. Feക്ക് നമുക്കറിയാം എലമെന്റൽ സ്റ്റേറ്റ് ഇരിക്കുന്നത് കൊണ്ട് Feയുടെ ചാർജ് 0 ആണ്. Cu അതേ എലമെന്റൽ സ്റ്റേറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് Cയുടെ ചാർജ് 0 ആണ്. ഇനി SO4ന്റെ ഫുൾ ചാർജ് എന്താ? 2-. ഞാൻ നേരത്തെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു ഓക്സിഡേഷൻ നമ്പർ കണ്ടപ്പോ. FeSO4ന്റെ SO4ന്റെ ഫുൾ ചാർജ് എന്താ? 2-. അങ്ങനെയാണെങ്കിൽ Cu-ന് +2, Feക്കും +2. ഇത് ആലോചിച്ച് നോക്കിയേ, Fe ഇവിടെ നിന്ന് ഇവിടേക്ക് പോയപ്പോ 0യിൽ നിന്ന് +2 ആയി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ. ഇനി Cu +2യിൽ നിന്ന് 0 ആയി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിന്റെ നമ്പർ കുറഞ്ഞു. ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ എന്താ? റിഡക്ഷൻ. റിഡക്ഷനും ഓക്സിഡേഷനും ഒരുപോലെ സംഭവിക്കുകയാണെങ്കിൽ ഈ റിയാക്ഷൻ എന്താ? ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. എന്താണ്? ദിസ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. നിങ്ങൾക്ക് ആ പാരഗ്രാഫിൽ ഒന്നും എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ എഴുതി വെച്ചാല് മാർക്ക് കിട്ടും. ഇതേപോലൊക്കെ എഴുതാൻ പറ്റിയില്ലെങ്കിലും ഇതേപോലെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ഉണ്ട്. That's it. So simple അല്ലെ? നെക്സ്റ്റ് വൺ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. +2 നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ട്. എന്റെ ഫർദർ സ്റ്റഡീസ്. ഓക്കെ, സെയിംസ് ആണ് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നോക്കാം. The chemical reaction taking place in a electrochemical cell are redox reaction. Okay, ഈ ഡാനിയൽ സെൽ ഈസ് റെപ്രസെന്റഡ് ബിലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ മക്കളെ, എന്താണ് ഒരു ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ? ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാനിയൽ സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാൽവാനിക് സെല്ലാണ്. ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം? കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിക്കൽ എനർജിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെ എന്ത് പറയാ നമ്മള്? ഗാൽവാനിക് സെൽ. അപ്പൊ ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ ഒരു ഗാൽവാനിക് സെൽ ആണ്. അവിടുത്തെ പ്രത്യേകത എന്താ? അവിടുത്തെ ആനോഡും കാഥോഡും ഒരു ഫിക്സഡ് എന്താ പറയാ മെറ്റൽ ആയിരിക്കും. ഓക്കെ, ആനോഡ് ഇവിടത്തെ ആരാ? സിങ്ക് ആയിരിക്കും. കാഥോഡ് ഇവിടത്തെ ആരാ? കോപ്പർ ആണ്. ഇത്ര ആലോചിച്ചാൽ മതി. ആനോഡും കാഥോഡും സിങ്കും കോപ്പർ ആയിട്ട് വരുന്ന സെല്ലിനെയാണ് നമ്മൾ ഡാനിയൽ സെൽ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ശ്രദ്ധിക്കാട്ടാ. ഞാനിപ്പോ ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിച്ചു വെക്കുക. ഹൈ റിയാക്ടിവിറ്റി ഉള്ള മെറ്റൽ എപ്പോഴും ആനോഡ് ആയിരിക്കും. ആനോഡിൽ സംഭവിക്കുക ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇനി ലെസ് റിയാക്ടിവിറ്റി ഉള്ള മെറ്റൽ എപ്പോഴും കാഥോഡ് ആയിരിക്കും. കാഥോഡിൽ സംഭവിക്കുക റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ഈ സംഭവം നിങ്ങൾക്ക് അറിഞ്ഞാൽ ആരുടെ റിയാക്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാം, എഴുതാനായിട്ട് പറ്റും. ഇനി ഒരെണ്ണം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരെണ്ണം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു എന്നാലേ ശ്രദ്ധിക്കാട്ടാ. ഓക്സിഡേഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം നമ്മള് ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ എഴുതും. റിഡക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസിന്റെ നമ്പർ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതും. ഇതും കൂടി എന്റെ മക്കളൊന്ന് ഓർത്ത് വെക്കണം. ഓക്സിഡേഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ എഴുതും. റിഡക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതും. ഇത്ര അറിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് റിയാക്ഷൻ വേണമെങ്കിലും ഏത് മെറ്റൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. As
As the reaction proceeds in the cell, one of the metal rod gets dissolved in a solution and the other metal gets deposited from the solution to the metal rod. Which metal is getting deposited? B question. Identify the metal which is acting as the oxidizing agent in this reaction. Write the chemical equation of the reaction taking place at the first compartment. Whatever ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഓവറോൾ റിയാക്ഷൻ എഴുതി വെക്കുക. ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ്, ആരാണ് റെഡ്യൂസിങ് ഏജന്റ്, ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുക, ആർക്കാണ് റിഡക്ഷൻ സംഭവിക്കുക എന്നങ്ങോട്ട് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലോട്ട് കിടക്കാം. എങ്ങനെയാ നമുക്ക് ആൻസർ ചെയ്താ? ഞാൻ പറഞ്ഞു സിങ്കും കോപ്പറും എടുത്തിട്ടുണ്ടെങ്കിൽ ഹൈ റിയാക്ടിവിറ്റി ഉള്ള ആളായിരിക്കും ആനോഡ്, ലെസ് റിയാക്ടിവിറ്റി ഉള്ള ആളായിരിക്കും കാഥോഡ്. ഞാൻ പറഞ്ഞല്ലേ നേരത്തെ. ഇവിടെ നോക്കിയ സിങ്കും കോപ്പറും എടുത്തിട്ടുണ്ടെങ്കിൽ സിങ്ക് ആണ് ഹൈ റിയാക്ടിവിറ്റി. അപ്പൊ ആനോഡ് റിയാക്ഷൻ മിസ് ചെയ്താൻ പോവാണ്. സിങ്കിനാണ് ഹൈ റിയാക്ടിവിറ്റി. സിങ്കിന് ഹൈ റിയാക്ടിവിറ്റി ഉണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺസിനെ കളയും അല്ലെ? ഈ ഇലക്ട്രോൺസിനെ കളയുന്നത് എവിടെ എഴുതും എന്നാ പറഞ്ഞത്? ഇക്വേഷന്റെ റൈറ്റ് സൈഡിൽ എഴുതും എന്നാ പറഞ്ഞത്. അപ്പൊ Zn എന്തായിട്ട് മാറി? Zn 2+ ആയിട്ട് മാറി. എത്ര ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട്? 2 ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തിട്ട്. ഇനി നമ്മുടെ Cu എന്ന് പറയുന്ന ഇലക്ട്രോൺസിനെ വാങ്ങിക്കുക ചെയ്യാം. അപ്പൊ Cu 2+ ആയിട്ട് നിന്നിട്ട് ഇവിടെ നിന്ന് വരുന്ന 2 ഇലക്ട്രോൺസിനെ വാങ്ങിച്ചിട്ട് എന്തായിട്ട് മാറും? Cu ആയിട്ട് മാറും. ഇനി ഇലക്ട്രോൺസിനെ വെട്ടിക്കളയുമ്പോ ബാക്കി ഇവിടെ ആരാ ഉള്ളത്? Zn plus Cu2+ gives Zn2+ plus Cu. ഇതല്ലേ? Zn2+ ആയി, ഇലക്ട്രോൺസിനെ കളഞ്ഞു, ഓക്സിഡേഷൻ. Cu2+ Cu ആയി, ഇലക്ട്രോൺസിനെ വാങ്ങിച്ചു, റിഡക്ഷൻ. രണ്ടും ഒരേപോലെ സംഭവിച്ചാൽ അത് റിഡോക്സ് റിയാക്ഷൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്താ? Zn plus Cu2+ gives Zn2+ plus Cu. ഇനി ഏത് മെറ്റൽ ആണ് ഡെപ്പോസിറ്റ് ആവുന്നത്? ഡെപ്പോസിറ്റ് ആവുന്നത് അഫ്കോഴ്സ് ആരായിരിക്കും? ഡെപ്പോസിറ്റ് ആവുന്നത് വന്ന് അടിയുന്ന ആൾ അല്ലേ? വന്ന് അടിയുന്ന ആൾ. ഈ CuSO4 ആൾക്കാരൊക്കെ എന്തായി? അവിടെ നിന്ന് സ്പ്ലിറ്റ് ആയി പോയിട്ട് Cu ആണ് അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ആവുന്നത്. അപ്പൊ കോപ്പർ ആണ് എന്ത് ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ആവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ മെറ്റൽ വിച്ച് ഈസ് ആക്ടിങ് ആസ് ദി ഓക്സിഡൈസിങ് ഏജന്റ്. ഇവിടെ ആരാ ഓക്സിഡേഷൻ സംഭവിക്കണേ? Zn ആണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞത്? ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആൾ റെഡ്യൂസിങ് ഏജന്റ് ആയിരിക്കും. അപ്പോ ആരാണ് ഇവിടത്തെ ഓക്സിഡൈസിങ് ഏജന്റ്? റിഡക്ഷൻ സംഭവിക്കുന്ന ആളാണ് ഓക്സിഡൈസിങ് ഏജന്റ്. റിഡക്ഷൻ ആർക്കാ സംഭവിച്ചത്? Cu2+ ആണ് സംഭവിച്ചത്. ഇനി അടുത്തത് ഫസ്റ്റ് കമ്പാർട്ട്മെന്റിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് കമ്പാർട്ട്മെന്റ് നമ്മുടെ ഇതാണ്. ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ആ ഭാഗം എന്ന് പറഞ്ഞാൽ Zn ഉൾപ്പെടുന്ന ഭാഗമാണ്. അപ്പൊ അതിന്റെ റിയാക്ഷൻ എന്താ? Zn gives Zn2+ plus 2 ഇലക്ട്രോൺ. അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുള്ളൂ കേട്ടോ. ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിൾ ആണ്. 5 സ്ലൈഡ് കൂടെ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. In redox reaction, oxidation and reduction occur simultaneously. ഞാൻ വീണ്ടും പറയാണ്, റിഡോക്സ് റിയാക്ഷനിൽ ഓക്സിഡേഷനും റിഡക്ഷനും എന്ത് സംഭവിക്കും? ഒരേപോലെ സംഭവിക്കുന്നുണ്ട് അല്ലെ? റിഡോക്സ് റിയാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒരേപോലെ സംഭവിക്കും. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ആർ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിലേറ്റഡ് ടു ദി ഓക്സിഡേഷൻ നമ്പർ? എങ്ങനെയാണ് ഓക്സിഡേഷനും റിഡക്ഷനും ഓക്സിഡേഷൻ നമ്പർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ കോൺസെപ്റ്റിൽ, ഓക്സിഡേഷൻ നമ്പർ കോൺസെപ്റ്റിൽ അതിന്റെ ഇക്വേഷൻ എഴുതി വെച്ചാൽ മതി. എന്താ സംഭവം? ഓക്സിഡേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിഡേഷൻ നമ്പർ കൂടാ. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ റിഡക്ഷൻ എന്ന് പറയുന്നത് ഡിക്രീസിംഗ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ ആണ്. ഇനി അടുത്തത്, during a group discussion, one of your friends argues that thermal decomposition of KClO3 is a redox reaction, while that of CaCO3 is not a redox reaction. Give your opinion and substantiate. ഞാൻ പറഞ്ഞു നമ്മൾ 4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്. ആ 4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻസ് നമുക്ക് നോക്കാവേ. ഏതൊക്കെയാ? കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ.
കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേരിൽ പറയുന്ന പോലെ തന്നെ രണ്ട് എലമെന്റ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ എയും ബിയും ആണ് രണ്ടാൾക്കാരെങ്കിൽ അത് കമ്പൈൻ ചെയ്തിട്ട് സി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ആയിട്ട് മാറി. എക്സാമ്പിൾ നോക്കിയേ, ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. എങ്ങനെയാ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരുന്നത്? കാർബണും ഓക്സിജനൂടെ കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. ഓക്കെ, ഇനി ഇത് ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഇനി ഇത് റിഡോക്സ് റിയാക്ഷൻ ആവണം എന്നുണ്ടെങ്കിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, റിഡോക്സ് റിയാക്ഷൻ ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, ഞാനിപ്പോ CmO2 എടുത്തു. രണ്ടുപേരും എലമെന്റൽ സ്റ്റേറ്റിലല്ലേ? എലമെന്റൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റയ്ക്ക് നിൽക്കണം. CO2 ഒറ്റയ്ക്കാണോ നിൽക്കുന്നത്? അല്ല, അവിടെ കാർബണും ഓക്സിജനും ഉണ്ട്. അതുകൊണ്ട് ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. ആരെങ്കിലും ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ അന്നാ മാത്രമേ അതിന് റിഡോക്സ് റിയാക്ഷൻ നമുക്ക് പറയാനായിട്ട് വരത്തുള്ളൂ. ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ രണ്ടുപേരും എന്തായിരിക്കണം? എലമെന്റൽ സ്റ്റേറ്റിലായിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു റിയാക്ഷനെ നമുക്ക് എന്താണെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ, അതൊരു റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അത് വെറും ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഇനി ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് എലമെന്റ് കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറാം. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഒരാളെ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടാൾക്കാരായിട്ട് മാറാം. നോക്കിയേ, സി എന്ന് പറയുന്ന ആള് സ്പ്ലിറ്റ് ചെയ്തിട്ട് എ പ്ലസ് ബി ആയിട്ട് മാറി. ഇനി കോമ്പിനേഷൻ റിയാക്ഷനും ഡീകമ്പോസിഷൻ റിയാക്ഷനും റിഡോക്സ് റിയാക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. എന്താണ്? എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ബോത്ത് എ ബി എന്തായിരിക്കണം? എലമെന്റൽ ഫോമിലായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എ എന്ന് പറയുന്ന എലമെന്റ് അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന എലമെന്റ് അല്ലെങ്കിൽ രണ്ട് എലമെന്റും എന്തിലായിരിക്കണം? ഒറ്റയ്ക്ക് നിൽക്കണം. ഇനി ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല. ഇവിടെ നോക്കിയേ, Zn plus CuSO4 gives ZnSO4 plus Cu. Zn ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആണ്. ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ വന്നിട്ട് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ റീപ്ലേസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി അല്ലെ? ഒരാളെ നീക്കി വേറെ ഒരാൾ വന്നിരുന്നു. ആ ഒരു റിയാക്ഷനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയാം. Okay, here an ion in a compound is replaced by another ion of another element. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയാം. നേരത്തെ നമ്മൾ ഇതിനൊരു എക്സാമ്പിൾ ചെയ്തായിരുന്നു അല്ലെ? ഇനി ഡിസ്പ്രപ്പോർഷേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്താ ഡിസ്പ്രപ്പോർഷേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒന്നുമില്ലടാ, നമ്മൾ റിയാക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാള് തന്നെ എന്ത് ചെയ്യും? കണ്ടിന്യൂസ്ലി ഓക്സിഡൈസ്ഡ് ആവും, അതേപോലെ തന്നെ റെഡ്യൂസ്ഡ് ആവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയാം. എന്ത് പറയാ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയാം. ഇപ്പൊ 2H2O2 gives 2H2O plus O2. ഇവിടെ നോക്കുമ്പോ നമ്മളുടെ ഓക്സിജൻ, പിന്നെ ഇവിടെ വേറൊരു കാര്യമുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് ആ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഒരാൾക്കെങ്കിലും മിനിമം 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എങ്കിലും വേണം. നമുക്കറിയാം നമ്മുടെ ഓക്സിജൻ എന്ന് പറയുന്ന വലിയ പുള്ളിയാണ്. അയാൾ പല പല ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ പങ്കെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ 2H2O2 നോക്കുകയാണെങ്കിൽ, ഒരു മിനിറ്റ് മക്കളെ, 2H2O2 നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൈഡ്രജൻ ഇവിടേക്ക് വന്നു, നമ്മുടെ ഓക്സിജൻ ഇവിടെ 3 എണ്ണം ഉണ്ട്. ഈ 3 ആൾക്കാർക്കും ഡിഫറെന്റ് എന്താ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഓക്സിജൻ ഇവിടെ പല പല ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അയാൾ തന്നെ ഓക്സിഡൈസ്ഡ് ആവുന്നുണ്ട്, റെഡ്യൂസ്ഡ് ആവുന്നുണ്ട്. പിന്നെ മക്കള് ഈ 4 റിയാക്ഷനും എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താ? പറഞ്ഞു വന്നത് ഒരു റിഡോക്സ് റിയാക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ ബോത്ത് എ ബി എലമെന്റൽ സ്റ്റേറ്റിലായിരിക്കണം. ഇനി ഇവിടെ നോക്കിയേ, രണ്ടാൾക്കാർ തർക്കിക്കുകയാണ്. എന്താ തർക്കിക്കുന്നേ? തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് KClO3. അപ്പൊ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണെന്ന് മനസ്സിലായി. അപ്പൊ KClO3യുടെ തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. പക്ഷേ CaCO3യുടെ തെർമൽ ഡീകമ്പോസിഷൻ ഒരു റിഡോക്സ് റിയാക്ഷൻ അല്ല. ഇതിന് റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. റീസൺ നിങ്ങൾക്ക് ഇവിടെ കണ്ടറിയൂലേ? ഇവിടെ നോക്കിയേ, KClO3 സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് KCl plus 3O2 ആയിട്ടാണ്. ഓക്കെ, KClO3 എന്താ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്? KCl plus 3O2 ആയിട്ടാണ് എന്തായിട്ടുള്ളത്? സ്പ്ലിറ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്തത് CaO gives CaO plus CO2 അല്ലെ? ഇവിടെ നോക്കുമ്പോ KCl എന്ന് പറഞ്ഞാൽ അവിടെ പൊട്ടാസ്യവും ക്ലോറിനും ഉണ്ട്. അയാൾ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്.
അതേസമയം ഓക്സിജൻ ഇവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതൊരു റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം. അതേസമയം തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് CaCO3 നോക്കുകയാണെങ്കിൽ CaO എന്ന് പറയുന്നത് കാൽസ്യം ഓക്സിജൻ ഉണ്ട്, CO2 എന്ന് പറയുന്നത് കാർബണും ഓക്സിജനും ഉണ്ട്. രണ്ടുപേരും ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. ഞാൻ എന്താ പറഞ്ഞേ? അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം. ഇവിടെ രണ്ടുപേരും ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, അതുകൊണ്ട് ഇതെന്തല്ല, ഒരു റിഡോക്സ് റിയാക്ഷൻ അല്ല. അതേസമയം ഇവിടെ നോക്കുമ്പോ ഒരാളെങ്കിലും ഒറ്റയ്ക്കുണ്ട്, അതുകൊണ്ട് ഇതെന്താണ്? റിഡോക്സ് റിയാക്ഷൻ ആണ്. സോ സിമ്പിൾ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് യൂസിങ് സ്റ്റോക്ക് നൊട്ടേഷൻ റെപ്രസെന്റ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് FeO, MnO2 ആൻഡ് CO. ഒന്നുമില്ല, സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? മെറ്റലിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് റോമൻ ലെറ്ററില് ബ്രാക്കറ്റിൽ എഴുതുക. ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പോകാനട്ടാ. FeO ഓക്സിജന്റെ -2 ആണ്. Fe ക്ക് x എന്ന് കൊടുത്തു. x പ്ലസ് -2 ഈക്വൽ ടു 0. x ഈക്വൽ ടു +2 എന്ന് കിട്ടി. +2 എങ്ങനെയാ റോമൻ ലെറ്ററിൽ എഴുതാ? ഇങ്ങനെ. റോമൻ ലെറ്ററിൽ എങ്ങനെ എഴുതണം? ബ്രാക്കറ്റിൽ എഴുതണം. അപ്പൊ Feയുടെ ചാർജ് റോമൻ ലെറ്ററിൽ ബ്രാക്കറ്റിൽ എഴുതാ, ബാക്കിയുള്ളത് അതേപോലെ തന്നെ എഴുതി വെക്കാം. ഇനി അടുത്തത് MnO2. Mn നമ്മൾ x ആയിട്ട് എടുത്തു. ഓക്സിജന്റെ ചാർജ് -2, 2 ഓക്സിജൻ ആവുമ്പോ -4. അപ്പൊ x -4 ഈക്വൽ ടു 0. x ഈക്വൽ ടു +4. +4 എങ്ങനെയാ റോമൻ ലെറ്ററിൽ ബ്രാക്കറ്റിൽ എഴുതാ? ഇങ്ങനെ. അപ്പൊ Mnന്റെ ചാർജ് റോമൻ ലെറ്ററില് ബ്രാക്കറ്റിൽ എഴുതി, ബാക്കിയുള്ള ആളെ ഇതേപോലെ തന്നെ ഇട്ടു. Fe2 MnO2 കഴിഞ്ഞു. ഇനി CO അങ്ങനെ വരുവാടാ. CO നമ്മൾ x ആയിട്ട് എടുത്തു, പ്ലസ് ഒരു ഓക്സിജന്റെ ചാർജ് -2 ഈക്വൽ ടു 0. x -2 ഈക്വൽ ടു 0. x ഈക്വൽ ടു -2 അപ്പത്തേക്ക് +2. എങ്ങനെയാ എഴുതാ? നമ്മള് ബ്രാക്കറ്റിൽ റോമൻ ലെറ്ററിൽ എഴുതണം. അപ്പൊ സിയുടെ ബ്രാക്കറ്റിൽ റോമൻ ലെറ്ററിൽ എഴുതാ, ബാക്കി O. ഇതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. വെരി സിമ്പിൾ അല്ലെ? ഇനി അടുത്ത നോക്കാം. ഇതാണ് നമ്മളിപ്പോ തന്നെ പഠിച്ചത് ട്ടാ. ഇനി നമ്മുടെ ഈ കോർ മെയിൻ പാർട്ടിലോട്ട് വരികയാണ്, സബ്ജക്റ്റിന്റെ കോറിലോട്ട് വരികയാണ്. എന്താണ് സബ്ജക്റ്റിന്റെ കോർ? ബാലൻസിങ് ഓഫ് ദി ഇക്വേഷൻ ആണ്. ഓക്കെ, നമുക്ക് രണ്ട് തരത്തിലുള്ള ബാലൻസിങ് പഠിക്കാനുണ്ട്. ഒന്നാണ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും ഒരെണ്ണം ഹാഫ് റിയാക്ഷൻ മെത്തേഡും. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം വൃത്തിക്ക് പഠിച്ചു പോവാ. ഓക്കെ, ചിലപ്പോൾ രണ്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്നവരില്ല. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരെണ്ണം നല്ല വൃത്തിക്ക് പഠിച്ച് പോയിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ബാലൻസ് ഫോളോയിങ് റിഡോക്സ് ഇക്വേഷൻ ഇൻ അസിഡിക് മീഡിയം ബൈ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. വെരി സിമ്പിൾ ആണ്. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടാ. ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ആൻസർ ആയിട്ട് എടുത്ത് എഴുതണം. ഞാനിപ്പോ രണ്ടാമത് എടുത്ത് എഴുതണില്ല. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവരുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. അപ്പൊ MnO4 മൈനസിന്റെ ഓക്സിഡേഷൻ നമ്പർ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടാ. M-X എന്ന് കൊടുക്കുക. ഒരു ഓക്സിജന്റെ ചാർജ് -2, 4 ഓക്സിജന്റെ ചാർജ് -8 ഈക്വൽ ടു മോളിലെ -10 ഉണ്ട്. അപ്പൊ ഈക്വൽ ടു -1. x ഈക്വൽ ടു -8 അപ്പുറത്തേക്ക് പോകുമ്പോ +8 -1. x ഈക്വൽ ടു എന്തെന്ന് കിട്ടി? +7 ആണെന്ന് കിട്ടി. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണെന്ന് കിട്ടി. ഇനി Fe2+ പറയുന്നത് അയോൺ ആണ്. അയോണിന്റെ ചാർജ് ആയിരിക്കും അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Fe3+ എന്ന് പറയുന്നത് അയോൺ ആണ്. അയോണിന്റെ ചാർജ് ആയിരിക്കും അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Mn2+ എന്ന് പറയുന്ന അയോൺ ആണ്. അപ്പൊ അയോണിന്റെ ചാർജ് ആയിരിക്കും അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പില് ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്, ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത് നോക്കാൻ പോവാ. എങ്ങനെയാ ഓക്സിഡേഷൻ സംഭവിച്ചു, റിഡക്ഷൻ സംഭവിച്ചത് നമ്മൾ നോക്കാം. ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് പോയപ്പോ ആർക്കൊക്കെ എന്തൊക്കെ പറ്റി അല്ലെ? Mn +7 നിന്ന് ഇപ്പുറത്തേക്ക് പോയപ്പോ +2 ആയി എന്ന് പറഞ്ഞ എണ്ണിയേ. +2, 3, 4, 5, 6, 7 5 ഇലക്ട്രോൺ വെച്ച് കുറയാണ് ചെയ്തത്. അപ്പൊ ഞാനിവിടെ ഇതാണ് ഡിക്രീസിങ് ഓഫ് ഇലക്ട്രോൺ ബൈ 5. പ്രശ്നമില്ലല്ലോ. ഇനി Fe2+ Fe3+ ആയി എന്ന് പറഞ്ഞാൽ 2 നിന്ന് 3 ആയി എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ഓഫ് ഇലക്ട്രോൺ ബൈ 1 അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആക്കണം. ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. Mnന്റെ അവിടുത്തെ ഇലക്ട്രോൺസിന്റെ എണ്ണം 5, ഇവിടെ നോക്കുമ്പോ 1.
രണ്ട് പേരുടെ ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആക്കാൻ ഇതിനെ 5 കൊണ്ട് ഗുണിച്ചാ പോരെ. ആരുടെ ഇലക്ട്രോണിനെയാണ് നമ്മൾ 5 കൊണ്ട് ഗുണിച്ചേ? Fe ഇലക്ട്രോണിനെയാണ് 5 കൊണ്ട് ഗുണിച്ചത്. അപ്പൊ നമ്മൾ Feക്ക് എന്തിട്ട് കൊടുക്കണം? 5 ഇട്ട് കൊടുക്കണം. അപ്പൊ എന്ത് വരും ഇക്വേഷൻ? MnO4 മൈനസ് പ്ലസ് എത്ര Fe? 5Fe2 പ്ലസ് gives എത്ര Fe? 5Fe3 പ്ലസ് Mn2 പ്ലസ്. എളുപ്പല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പില് നമ്മൾ ഓക്സിജന്റെ എണ്ണം ബാലൻസ് ചെയ്യാൻ പോവാണ്. ഓക്സിജന്റെ എണ്ണം ബാലൻസ് ചെയ്യാൻ ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്ത് H2O ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോ എത്ര ഓക്സിജൻ? 4 ഓക്സിജൻ. ഇവിടെ നോക്കുമ്പോ വല്ല ഓക്സിജൻ ഉണ്ടാ? ഇല്ല. അപ്പൊ നമ്മൾ ഓക്സിജൻ ഇല്ലാത്ത സ്ഥലം ഇതാണ്. അപ്പൊ ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്ത് 4 H2O ഇട്ട് കൊടുക്കണം. അപ്പൊ എന്ത് വരും? MnO4 മൈനസ് പ്ലസ് 5Fe2 plus gives 5Fe3 plus Mn2 plus എത്ര H2O ടാ? 4 H2O. ഇനി അടുത്ത സ്റ്റെപ്പില് ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ പോവാണ്. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യുമ്പോഴാണ് അസിഡിക് ആണോ ബേസിക് ആണോ എന്ന് നോക്കേണ്ടത്. ഇവിടെ ഇപ്പൊ അസിഡിക് ആണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇവിടെ നോക്കുമ്പോ 8 ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജൻ ഇല്ലാത്ത സ്ഥലത്ത് 8 H+ ഇട്ട് കൊടുത്താൽ മതി. എപ്പോ? അസിഡിക് ആവുമ്പോ. അപ്പൊ എന്ത് വരും ഇക്വേഷൻ എന്ന് പറയുന്നത്? MnO4 മൈനസ് പ്ലസ് 5Fe2 plus gives 5Fe3 plus Mn2 plus 4H2O. ഇവിടെ നോക്കുമ്പോ 8 ഹൈഡ്രജൻ, ഇവിടെ നോക്കുമ്പോ ഹൈഡ്രജൻ ഇല്ല, അസിഡിക് മീഡിയം ആയതുകൊണ്ട് 8 H+. ബാലൻസ്ഡ് ആയി. ശ്രദ്ധിച്ചു നോക്കിയേ, ഇവിടെ നോക്കുമ്പോ ഒരു Mn, ഇവിടെയും ഒരു Mn. ഇവിടെ നോക്കുമ്പോ 5Fe, ഇവിടെയും 5Fe. ഇവിടെ നോക്കുമ്പോ 4 ഓക്സിജൻ, ഇവിടെയും 4 ഓക്സിജൻ. ഇവിടെ നോക്കുമ്പോ 8 ഹൈഡ്രജൻ, ഇവിടെയും 8 ഹൈഡ്രജൻ. എല്ലാവരും എന്തായി? ബാലൻസ്ഡ് ആയി. ഇത്രയും സിമ്പിൾ ആണ് ബാലൻസിങ് വെരി വെരി സിമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ് കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ, ബേസിക് മീഡിയം പറഞ്ഞേക്കണേ. ചെയ്തോക്കാം. MnO4 മൈനസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു? +7 അല്ലെ? അപ്പൊ MnO4 മൈനസ് പ്ലസ് I മൈനസ് ഗീവ് MnO2 പ്ലസ് I2. ഇവിടെ എന്താണ് ഓക്സിഡേഷൻ നമ്പർ? -1. ഇവിടെ എന്താ? 0. ഇവിടെ +7. MnO2 എന്താ ഓക്സിഡേഷൻ നമ്പർ വരാ? MnO2. Mn x എന്ന് കൊടുക്കുക പ്ലസ് ഒരു ഓക്സിജന്റെ ചാർജ് -2, 2 ഓക്സിജന്റെ -4 = 0. x = +4. അപ്പൊ ഇവിടെ +4 എന്ന് വന്നു. ഇനി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോയപ്പോ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. Mn +7 നിന്ന് +4 ആയിട്ട് മാറി. എത്ര ഇലക്ട്രോൺ കുറഞ്ഞു? 4, 5, 6, 7. അപ്പൊ ഞാൻ എന്ത് ചെയ്താൻ പോവാ? ഡിക്രീസിങ് ഓഫ് ഇലക്ട്രോൺ ബൈ എത്രയാ? 4, 5, 6, 7, 3 അല്ലെ? 3 ഇലക്ട്രോൺ വെച്ച് കുറഞ്ഞു. ഇനി ഇവിടെ I-1 നിന്ന് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. -1 നിന്ന് 0 എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ഓഫ് ഇലക്ട്രോൺ ബൈ 1. രണ്ടുപേരുടെ ഇലക്ട്രോൺസിന്റെ നമ്പർ ഞാൻ എങ്ങനെ സെയിം ആക്കും? ഇവിടെ ഒരാളത്തിന് 3, അവിടെ ഒരാളത്തിന് 1. എനിക്ക് എന്ത് ചെയ്യാം? രണ്ടോർത്തും 6 ഇലക്ട്രോൺ ആക്കി കൂടെ? അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യണേ? 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇവിടെ 6 ആക്കാൻ വേണ്ടി ഇവിടെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്ത് വരും? MnO4 മൈനസ് എത്ര വെച്ച് ഇയാളെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്? MnO4ന്റെ കുറവായിട്ടുള്ള ഇലക്ട്രോൺ ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 2 Mn-നും ബാധകമാണ്. ഇനി I- ഞാൻ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ആ 6 I- ബാധകമാണ്. ഇപ്പുറത്ത് 2 Mn ഉണ്ടെങ്കിൽ ഇപ്പുറത്തും 2 Mn തന്നെ വേണം. ഇപ്പുറത്ത് 6 I ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തും 6 I വേണം. ഇവിടെ I2 ആയിട്ടായിരിക്കുന്നേ. അപ്പൊ ഇവിടെ 6 ആവാൻ വേണ്ടി ഇവിടെ 3 ഇട്ട് കൊടുത്താൽ മതി. 6 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എത്രയാവും? 6 × 2 12 ആവും. ഇവിടെ 6, ഇപ്പുറത്തും 6 തന്നെ വേണം എനിക്ക്. അപ്പൊ ഇവിടെ ഞാൻ എത്ര ഇട്ട് കൊടുത്താൽ മതി? 3 ഇട്ട് കൊടുത്താൽ മതി. ഇനി സെയിം പോലെ തന്നെയാടാ എന്ത് ചെയ്യാം? നമ്മള് ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആക്കാം. ഓക്സിജൻ എണ്ണം സെയിം ആക്കാം. ഇവിടെ നോക്കുമ്പോ 2 × 4 8 ഓക്സിജൻ. ഇവിടെ ഓക്സിജൻ ഉണ്ടാ? ഉണ്ട്. 2 × 2 4 ഓക്സിജൻ. എത്ര ഓക്സിജന്റെ കുറവാ ഉള്ളേ? 4 ഓക്സിജന്റെ കുറവ്. അപ്പൊ ഇവിടെ 4 H2O ഇട്ട് കൊടുക്കാം. ഇനി
അടുത്ത സ്റ്റെപ്പില് ഹൈഡ്രജനെ ബാലൻസ് ആക്കണം. ഇവിടെ നോക്കുമ്പോ 8 ഹൈഡ്രജൻ. ഇവിടെ ഇപ്പോഴാണ് ഏത് മീഡിയം ആണെന്ന് നോക്കേണ്ടത്. ബേസിക് മീഡിയം ആണെങ്കിൽ ഹൈഡ്രജൻ ഇല്ലാത്ത സ്ഥലത്ത് H2O ഇട്ട് കൊടുക്കണം. എത്ര H2O ആണ് വേണ്ടത്? അത്ര H2O. ഉള്ള സ്ഥലത്ത് എത്ര H2O ഇട്ട് കൊടുത്തോ അത്രയും മോയിസ്റ്റ് മൈനസ് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ നോക്കിയേ, എവിടെയാ ഹൈഡ്രജൻ ഇല്ലാത്തത്? ഇവിടെ. എത്ര ഹൈഡ്രജനാ ഇല്ലാത്തത്? 8 ഹൈഡ്രജൻ. അപ്പൊ ബേസിക് മീഡിയം ആണെങ്കിൽ ഹൈഡ്രജൻ ഇല്ലാത്ത സ്ഥലത്ത് എത്ര ഹൈഡ്രജൻ വേണോ അത്രയും H2O ഇട്ട് കൊടുക്കുക. ഹൈഡ്രജൻ ഉള്ള സ്ഥലത്ത് എത്ര ഹൈഡ്രജൻ ഇട്ടോ അത്രയും മോയിസ്റ്റ് മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര H2O ഇടണ ഞാൻ ഇവിടെ? 8 H2O plus 2MnO4 minus plus 6I minus gives 2MnO2 plus 3I2 plus 4H2O. എത്ര OH മൈനസ് ഇട്ട് കൊടുക്കണം ഇവിടെ? 8 OH മൈനസ്. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ നോക്കുമ്പോ 8 H2O, ഇവിടെ നോക്കുമ്പോ 4 H2O. 8 H2O 4 H2O ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി ആരാ ഉള്ളേ? 4 H2O plus 2MnO4 minus plus 6I minus give 2MnO2 plus 3I2 plus ഇവിടെ ഇയാള് പോയി, ബാക്കി 8 OH മൈനസ്. എണ്ണ നോക്കിയേ, 4 × 2 8 ഹൈഡ്രജൻ, 8 ഹൈഡ്രജൻ, 4 2 × 4 8, അപ്പൊ 12 ആയി. ഏത്? ഓക്സിജൻ. ഇവിടെയും 8 ഉം 4 ഉം 12. ഇവിടെ നോക്കുമ്പോ 6 ആയി, ഇവിടെ നോക്കുമ്പോഴും 6 ആയി. എല്ലാവരും സെയിം ആയി. ഇവിടെ നോക്കുമ്പോ 2 mn, അവിടെ 2 mn, എല്ലാവരും എണ്ണവും സെയിം ആയി അല്ലെ? ഇത്രേ ഉള്ളൂ. ഇനി ഹാഫ് റിയാക്ഷൻ കൂടെ മനസ്സിൽ നിർത്താട്ടോ. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിൾ. ഹാഫ് റിയാക്ഷൻ മെത്തേഡില് ആദ്യമൊക്കെ സെയിം തന്നെയാണ് സംഭവിക്കുന്നത്. ശ്രദ്ധിക്കാട്ടോ. സെയിം ആസ് യൂഷ്വൽ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. MnO4 മൈനസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, +7. Br ന് -1. ഇവരൊന്നും നോക്കണ്ട കേട്ടോ. ഹൈഡ്രജൻ ഓക്സിജൻ നോക്കണ്ട സ്റ്റെപ്പില്. Mn ന് +2, Br ന് 0. ഇനി ആരുടെയാണ് ഇലക്ട്രോൺസിന്റെ നമ്പർ കൂടിയത്, ആരുടെയാണ് ഇലക്ട്രോൺസ് നമ്പർ കുറഞ്ഞത് നോക്കാം. Mn +7 നിന്ന് +2 ആയി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു. എത്ര ഇലക്ട്രോൺ? 2, 3, 4, 5, 6, 7. 5 ഇലക്ട്രോൺ വെച്ച് കുറഞ്ഞു. Br -1 നിന്ന് 0 ആയി. എത്ര ഇലക്ട്രോൺ വെച്ച് കൂടി? 1 ഇലക്ട്രോൺ വെച്ച് കൂടി. ഇനിയാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ 2 ഹാഫ് ആക്കാൻ പോവാണ്. ഓക്കെ, Br മൈനസ് Br2 ആയി എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇൻക്രീസിങ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ആണ്. അപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്തെ ഞാൻ ഓക്സിഡേഷൻ എന്ന് വിളിച്ചു, ഓക്സിഡേഷൻ ഹാഫ് എന്ന് വിളിച്ചു. ഇനി MnO4 മൈനസ് Mn2+ ആയി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്താ? റിഡക്ഷൻ ആ സംഭവിച്ചത്. അപ്പൊ ഞാൻ ഇതിനെന്ത് വിളിച്ചു? റിഡക്ഷൻ ഹാഫ് എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ 2 ഹാഫ് ആക്കിയതിനു ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജനും ഓക്സിജനും ഒഴികെ ബാക്കി എല്ലാവരും ബാലൻസ് ചെയ്യാൻ പോവാണ്. ഇവിടെ നോക്കുമ്പോ 2 Br, അപ്പൊ ഇവിടെ എന്ത് വേണം? 2 Br വേണം. ഇവിടെ നോക്കുമ്പോ 1 Mn, അവിടെയും 1 Mn, പ്രശ്നമൊന്നുമില്ല. ഇനി ശ്രദ്ധിക്കാട്ടാ, അടുത്ത കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. ഇനിയാണ് ഇലക്ട്രോൺസിന്റെ നമ്പർ സെയിം ആക്കാൻ പോവാൻ. Br മൈനസ് Br2 ആയി എന്ന് പറഞ്ഞാൽ അത് ഓക്സിഡേഷൻ അല്ലേ ഉണ്ടായേ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഞാൻ പറഞ്ഞു ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം ഇക്വേഷന് റൈറ്റ് സൈഡിൽ എഴുതണം. റിഡക്ഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതണം. ഇവിടെ ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത്. എത്ര ഇലക്ട്രോൺസ് വിട്ടുകൊടുത്തു? 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. Br മൈനസ് Br2 ആയപ്പോഴാണ് 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത്. നമ്മൾ ഇവിടെ എത്ര Br എടുത്തിട്ടുണ്ട്? 2 Br. അപ്പൊ 2 Br Br2 ആയപ്പോ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഇനി ഇതേപോലെ തന്നെ ഇവിടെ ഇതാ MnO4 മൈനസ് എത്ര ഇലക്ട്രോൺസിനെ വാങ്ങിച്ചിട്ടാണ് Mn2+ ആയിട്ട് മാറിയേ? 5 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ടാണ് Mn2+ ആയിട്ട് മാറിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യാ? ഇലക്ട്രോൺസിന്റെ നമ്പർ സെയിം ആക്കാം. ഇവിടെ നോക്കുമ്പോ 5 ഇലക്ട്രോൺ, ഇവിടെ നോക്കുമ്പോ 2 ഇലക്ട്രോൺ. എന്ത് ചെയ്യാ? രണ്ടുപേരെയും ഓപ്പോസിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാ. ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഫുൾ ഇക്വേഷന് × 5 ചെയ്യാൻ പോവാണ്. ഇവിടെ ഞാൻ ഫുൾ ഇക്വേഷൻ × 2 ചെയ്യാൻ പോവാ. അപ്പൊ എന്ത് വരും ഇക്വേഷൻ? ഇവിടെ 5 ചെയ്യുമ്പോ 5 × 2 10 Br മൈനസ് ഇവിടെ 5 Br2
പ്ലസ് 5 into 2 10 ഇലക്ട്രോൺ. ഇനി ഇവിടെ ഈ ഇക്വേഷൻ ഫുള്ള് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 2 MnO4 മൈനസ് പ്ലസ് 2 into 5 10 ഇലക്ട്രോൺ ഗീവ് 2 into Mn2 പ്ലസ് 2 Mn2 പ്ലസ്. ഇലക്ട്രോണിന്റെ നമ്പർ നമ്മൾ സെയിം ആക്കി. ഇനി നമ്മൾ ഓക്സിജന്റെയും ഹൈഡ്രജന്റെയും നമ്പർ സെയിം ആക്കാം. ഓക്സിജൻ ഇക്വേഷൻ മാത്രം നോക്കാം. എവിടെ ഓക്സിജൻ ഉള്ളത്? ഇവിടെ ഓക്സിജൻ ഉള്ളത് അല്ലെ. ഏത് മീഡിയ ആണ്? അസിഡിക് മീഡിയ ആണ്. വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ 2 into 4 8 ഓക്സിജൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിജൻ ഇല്ലാത്ത സ്ഥലത്ത് 8 H2O അല്ലെ. 2 into 4 8 ഓക്സിജൻ. ഇനി ഇവിടെ നോക്കുമ്പോ അപ്പൊ 8 into 2 16 ഹൈഡ്രജൻ വന്നു. അപ്പൊ നമ്മൾ ഹൈഡ്രജൻ ഇല്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യണം? 16 H+ ഇട്ട് കൊടുക്കണം. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ 2 ഇക്വേഷൻ കൂടെ ക്യാൻസൽ ചെയ്ത് കളയാ. ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ആഡ് ആക്കണം ഇവരെ. 10Br മൈനസ് കീസ് അവനോട് എഴുതുന്നുണ്ട് കേട്ടാ. 5Br2 പ്ലസ് 10 ഇലക്ട്രോൺ പ്ലസ് 16H+ പ്ലസ് 2MnO4 മൈനസ് പ്ലസ് 10 ഇലക്ട്രോൺ ഗീവ്സ് 2Mn2 പ്ലസ് പ്ലസ് 8H2O. ക്യാൻസൽ ചെയ്ത് കളയുമ്പോ നോക്കിയേ, ഈ 10 ഇലക്ട്രോൺ ഈ 10 ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ആരോ ഉള്ളേ? 10Br മൈനസ് പ്ലസ് 16H+ പ്ലസ് 2MnO4 മൈനസ് ഗീവ്സ് 5Br2 പ്ലസ് 2Br2 പ്ലസ് 2Mn2 പ്ലസ് പ്ലസ് 8H2O. ഇനി എന്റെ മക്കളൊന്ന് നോക്കിക്കേ, എല്ലാവരും സെയിം ആണോ എന്ന് നമ്പർ. ഇവിടെ നോക്കുമ്പോ 10Br, ഇവിടെ നോക്കുമ്പോ 5 into 2 10Br, ഇവിടെ നോക്കുമ്പോ 16 ഹൈഡ്രജൻ, ഇവിടെയും 8 into 2 16 ഹൈഡ്രജൻ, ഇവിടെ നോക്കുമ്പോ 2 Mn, ഇവിടെയും 2 Mn, ഇവിടെ നോക്കുമ്പോ 2 into 4 8 ഓക്സിജൻ, ഇവിടെ നോക്കുമ്പോ 8 ഓക്സിജൻ. സോ ദിസ് ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ് ബൈ യൂസിങ് ഹാഫ് റിയാക്ഷൻ മെത്തേഡ്. ഓക്കെ, സോ സിമ്പിൾ, വെരി വെരി സിമ്പിൾ അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ ചാപ്റ്റർ ആണ്, ഒരു കുഞ്ഞു ചാപ്റ്റർ ആണിത്. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഈ സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ കോർ എന്ന് പറയുന്നത് ഈ ഒരു ഓക്സിഡേഷനും അതുപോലെ തന്നെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്, അതുപോലെ തന്നെ ഹാഫ് റിയാക്ഷൻ മെത്തേഡ്, റിഡോക്സ് റിയാക്ഷൻ, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ കോർ എന്ന് പറയുന്നത്. അപ്പൊ നല്ലോണം ഈ സ്ലൈഡ് നല്ലോണം പഠിക്കാട്ടോ. ഓക്കെ, ഞാൻ അത്യാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് അയച്ചു ചോദിച്ചതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ മക്കളെ നല്ലോണം പഠിക്കാം. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു. നമ്മുടെ ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻ കഴിഞ്ഞേട്ടാ. ഓക്കെ, ടാറ്റ.